ഞാനും ബലൂണാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. വലുതായിട്ട് തന്നെ ഇവിടെയും അവിടെ രണ്ടിടത്തോട് വെക്കണം. പിന്നെ അവൾക്കാണെങ്കിൽ ഫുഡ് കൊടുത്തോണ്ടിരിക്കണം. ലേറ്റായി. ഇന്നലെ 3 മണിക്കാണ് കണ്ടത്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ അവൾ കിടന്നത്. അതുകൊണ്ട് ലേറ്റായി എഴുന്നേറ്റപ്പം ഒരാളവിടെ നല്ല കാട്ടുന്നുണ്ട്. പിന്നെ റൂമൊക്കെ കിടക്കുന്ന പോലെ കണ്ടാൽ ആരും ഞെട്ടരുത്. എങ്ങനെയാണ് പിള്ളേരുള്ള വീഡിയോ എന്നാണ് എൻ്റെ വിചാരം. എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യട്ടെ. ഇനി നമുക്ക് സർപ്രൈസ് കൊടുക്കാൻ നേരം കാണാം. എന്താവുമല്ലോ. അപ്പം നമുക്ക് കേക്കും ബൊക്കയും ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. കേക്ക് ഫ്രിഡ്ജിൽ വെച്ചു, ബൊക്കെ അലമാരിയിൽ ഇരിപ്പുണ്ട്. പിന്നെ ഞാനിവിടെ ജസ്റ്റ് ബലൂണൊക്കെ ഇട്ട് ലൈറ്റൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി കാണിച്ചു തരാവേ. ലൈറ്റൊക്കെ ഇട്ടോ. അത്രയും പേരാണ് അങ്ങനെ ഞാൻ ചെയ്തല്ലോ കേട്ടോ. കാണിച്ചു തരാം. വലിയ ഡെക്കറേഷൻ ഒന്നും ചെയ്യാനുള്ള കഴിവെനിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് റെഡി ആയിട്ട് കാണാവേ. ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ റെഡിയായി. എൻ്റെ കുഞ്ഞു സന്തതി അവിടെ ഇരിപ്പുണ്ട് റെഡി ആയിട്ട്. പിന്നെ ഒരാൾ ഇവിടെ ഇരുന്ന് ടി വി കാണുന്നു. ഞങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അച്ഛൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി കാർ വാഷ് ചെയ്യാൻ പോകുന്നു പറഞ്ഞായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. വെയിറ്റിംഗ് ആണ്. എന്താ പോകുന്നു. വലിയ റിയാക്ഷനൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും. എന്നാലും ഒരു എക്സൈറ്റ്മെൻറ്റ്. എന്തായിരിക്കും പ്രതികരണം എന്നറിയാം. നോക്കാം നമുക്ക്. അപ്പോൾ അതുപോലെ ഞാൻ കേക്ക് വാങ്ങിച്ച പേജ് എന്ന് പറയുന്നത് ക്ലിക്ക് ഫോർ ആർട്ട് UAE എന്ന് പറഞ്ഞിട്ട് ബൈ മുസീന റാഷിദ്. ആ പേജിൽ നിന്നാണ് ഞാൻ കേക്ക് വാങ്ങിച്ചത്. എനിക്ക് കേക്ക് തന്നത്. താങ്ക് യു മുസീന. എന്താ പറയേണ്ടത്, അതിൽ ഭയങ്കര താങ്ക്സ് ഉണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത എനിക്ക് എന്ത് സർപ്രൈസ് കൊടുക്കുമെന്ന് അറിയാതെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനിത് കണ്ടത്. അതുകൊണ്ട് എനിക്ക് എങ്ങും പോവാതെ തന്നെ കേൾക്കുമ്പോഴൊക്കെ എൻ്റെ കൈകളിൽ കിട്ടി. അതുകൊണ്ടൊരു വലിയ താങ്ക് യു ടു മുസീന ആൻഡ് ക്ലിക്ക് ഫോർ ആർട്ട്. അപ്പോൾ പിന്നെന്താ, വേറൊന്നും ഇല്ല. അപ്പം നമുക്കിനി ചേട്ടൻ വന്നിട്ട് നമുക്ക് സർപ്രൈസ് എങ്ങനെ ആകും എന്ന് നോക്കാവേ. ഇത് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. അത് കറക്റ്റായിട്ട് കിട്ടുമെന്നൊന്നും ഒരു പിടിയില്ല. ഞാൻ അവിടെ കൂടി ഒരാത്ത് വെച്ചാൽ ഇല്ല, നിങ്ങൾ രണ്ടും കൂടി അത് വലിച്ചെടുത്തോണ്ട് പോകുന്നൊന്നും എനിക്കറിയത്തില്ല. അല്ലിക്കുട്ടിയുടെ ഫേവറേറ്റാണ് ഞാനീ പിടിച്ചിരിക്കുന്ന ഈ ട്രൈപോഡ് കേട്ടോ. അത് വെച്ചിട്ട് അവൾ കളിക്കുന്നത്. ഞാനിത് എടുത്തപ്പോൾ തന്നെ ഇത് എൻ്റെയാണെന്ന് പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി. ഇതിന് ഒരു വിധത്തിലാണ് സെറ്റാക്കി എടുത്തത് കേട്ടോ. ഇത് ഞാൻ എടുത്തത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെച്ച് ഒന്ന് സെറ്റാക്കട്ടെ. കിട്ടുമോയെന്ന് അറിയത്തില്ല കറക്റ്റായിട്ടെല്ലാം. എന്നാലും നമുക്ക് നോക്കാം റിയാക്ഷനെ.